ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണെന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വൈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എന്തുകൊണ്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അമെൻമെൻറ്റ്, അതിൻ്റെ കുറച്ച് ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. ആ ഭേദഗതികൾ എന്തൊക്കെയാണ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഓരോ റെസിഡൻറ്റിനും നമുക്കറിയാം ഓർഡിനറി റെസിഡൻറ്റ്, അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ആ പല കാറ്റഗറിക്കുള്ള ടാക്സ് ഇൻസിഡൻസ് എങ്ങനെയാണ്, അവരുടെ മേലിൽ ടാക്സ് ചുമത്തപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ആ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം വൈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എന്തിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? ദ ടാക്സ് ഇൻസിഡൻസ് ഓൺ ആൻ അസസി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഞാൻ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളത് തീരുമാനം എടുക്കണം. ദ ടാക്സ് ഇൻസിഡൻസ് ഓൺ ആൻ അസസി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് പോലെ ഇരിക്കും ഞാൻ അടയ്ക്കേണ്ട ടാക്സ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റെസിഡൻ്റാണ്, ഇന്ത്യയിൽ ഭൂരിഭാഗം സമയവും ഇന്ത്യയിൽ ചെലവഴിക്കുന്ന താമസിക്കുന്ന ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകത്തുമേലും ഞാൻ ടാക്സ് അടയ്ക്കണം. എനിക്ക് വിദേശ രാജ്യത്തു നിന്ന് കിട്ടുന്ന ഇൻകത്തുമേലും ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ അതേസമയം ഞാനൊരു നോൺ റെസിഡൻ്റ് ആണ്. അഥവാ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരുപാട് പ്രവാസികളുണ്ടല്ലേ, ഒരുപാട് മലയാളികൾ പ്രവാസികളായിട്ടുള്ളവരുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? നോൺ റെസിഡൻ്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവർ ഇന്ത്യൻ സിറ്റിസണാണ്, പക്ഷേ ഓൾമോസ്റ്റ് ടൈം വിദേശത്തായിരിക്കും. അപ്പോൾ അവർക്ക് വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് കിട്ടുന്ന പണം, സമ്പാദ്യം, അതിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ വേണ്ട? കാരണം അവരാരാണ്? നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, പിന്നെ ചില ആളുകളുണ്ട് കുറച്ച് സമയം അവിടെയും കുറച്ച് സമയം ഇവിടെയായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ്? ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേലെ ടാക്സ് അടയ്ക്കണം, വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേലെ അവരും ടാക്സ് അടയ്ക്കണം. പക്ഷേ ഈ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് വിദേശത്ത് നടത്തുന്ന ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ്സിന്മേലുള്ള ഇൻകത്തുമേൽ ഈ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇന്ത്യയിൽ നീണ്ട ഒരു ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്താ നമ്മൾ ആദ്യം നോക്കേണ്ടത്? ഇത് ഞാൻ 3 എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാറ്റഗറി ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പേഴ്സൺസ് ഉണ്ട്. മാത്രമല്ല ഇവർക്ക് പല രാജ്യങ്ങളിൽ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ടാക്സിൻ്റെ ഇൻസിഡൻസ് പല രീതിയിലുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇവർ റെസിഡൻ്റ് ആണോ, ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളത് നിർണ്ണയിക്കണം. സോ വൈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ടാക്സ് ഇൻസിഡൻസ് ഓൺ ആൻ അസസി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ടാക്സ് ചുമത്തപ്പെടുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഫോർ ഇൻസ്റ്റൻസ്, വെദർ ആൻ ഇൻകം അക്രൂഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഔട്ട്സൈഡ് ഇന്ത്യ. വിദേശത്ത് നിന്ന് എനിക്കൊരു ഇൻകം കിട്ടി, ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. അത് ഇന്ത്യയിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ടാക്സ് അടയ്ക്കാൻ. ദാറ്റ് മീൻസ് ഞാൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണെങ്കിൽ അമേരിക്കയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഞാൻ നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിലല്ല, വല്ലപ്പോഴും മാത്രം ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-20 ദിവസം മാത്രമാണ് ഇന്ത്യയിൽ വന്നു പോകുന്നുള്ളൂ എങ്കിൽ ഞാനൊരു നോൺ റെസിഡൻ്റ് ആണ്, എനിക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തിൽ പ്രാധാന്യമുണ്ട്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ പ്രാധാന്യമുണ്ട്. ഓക്കെ, സോ സിമിലർലി വെദർ ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ ഇൻ ഇന്ത്യ. ഒരു വിദേശി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ വന്ന് കളിക്കുകയാണ്, അല്ലെങ്കിൽ ലയണൽ മെസ്സി ഇന്ത്യയിൽ വന്ന് കളിക്കുകയാണ്. സിമിലർലി വെദർ ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ റാദർ ദാൻ ഓൺ ഹിസ് സിറ്റിസൺഷിപ്പ്. അവിടെ സിറ്റിസൺഷിപ്പിനല്ല പ്രാധാന്യം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനാണ് പ്രാധാന്യം. ഇവിടെ ലയണൽ മെസ്സി വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. കാരണം ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനല്ല, നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, so similarly whether an income earned by a foreign national in India or outside India is taxable in India depends on the residence status of the individual rather than on its citizenship. Therefore a determination of residence status of a
പേഴ്സൺ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഹിസ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ഔട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദ ഫോളോയിങ് taxable table explain how these are subcategorized with respect to the residential status. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ നോക്കാം. സോ ഈ ചാർട്ടിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം, ഇൻഡിവിജ്വലും അതുപോലെ തന്നെ HUF-ഉം, ഇൻഡിവിജ്വലും ഉണ്ട് HUF ഉണ്ട്. ഇൻഡിവിജ്വലും HUF-നെ നമുക്ക് രണ്ടായിട്ട് ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. എന്തൊക്കെയാണ്? റെസിഡൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റും ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലും HUF-ഉം റെസിഡൻറ്റും ഉണ്ട്, നോൺ റെസിഡൻറ്റും ഉണ്ട്. റെസിഡൻറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓർഡിനറി റെസിഡൻറ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ HUF-നെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? റെസിഡൻറ്റ് ഉണ്ട്, റെസിഡൻറ്റ്. പിന്നെ ആരുള്ളത്? നോൺ റെസിഡൻറ്റ് ഉണ്ട്. റെസിഡൻറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, അങ്ങനെ എന്തായി 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. എന്നാൽ ഈ അതേഴ്സ് ഇൻക്ലൂഡിങ് ഡെഫിനേഷൻ ഓഫ് ദ പേഴ്സൺ, മറ്റുള്ള ആളുകളുണ്ട് പേഴ്സൺസ്, ഇൻഡിവിജ്വൽ HUF കൂടാതെ നമ്മുടെ കമ്പനി, ഫേം, അങ്ങനെയുള്ളവരൊക്കെ മറ്റുള്ള പേഴ്സൺസ്, അവരാകെ 2 കാറ്റഗറിയേ ഉള്ളൂ. ഏതൊക്കെയാണ്? റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അവിടെ ഏതില്ല? ഇവിടെയുള്ള നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി ആർക്കില്ല? മറ്റുള്ള പേഴ്സൺസ് ഇല്ല. അപ്പോൾ ഇൻഡിവിജ്വലിനും HUF-നും മാത്രമാണ് 3 കാറ്റഗറി ഉള്ളത്. ഓർഡിനറി റെസിഡൻറ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഉണ്ട്, നോൺ റെസിഡൻറ്റ് ഉണ്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1. അതായത് ഇനി നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാനിതുപോലെ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകനാണ്. സോ എനിവേ ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാൻ കേരളത്തിലാണ്, ഇന്ത്യയിലാണ് ഞാൻ താമസിക്കുന്നത്. സോ എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണത്? സെക്ഷൻ 6 സബ്സെക്ഷൻ 1, ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ എന്ന് വിളിക്കും. ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 നിർബന്ധമായിട്ടും പഠിച്ചു ചെയ്യണം കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് കണ്ടീഷൻ എന്ന് വിളിക്കും. ബേസിക് കണ്ടീഷൻ. ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഇൻഡിവിജ്വലിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു ക്വാളിഫൈ ആസ് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഞാൻ റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണത് ഏത് നോക്കിയിട്ടാണ്? ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ബേസിക് കണ്ടീഷൻസ് നോക്കിയിട്ടാണ്. ഹി ഹാസ് ടു ഫുൾഫിൽ, ദാറ്റ് മീൻസ് ഞാൻ ഫുൾഫിൽ ചെയ്യണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻ. താഴെ 2 കണ്ടീഷൻ ഉണ്ട്, 2-ൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. ഞാൻ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ്. നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2025-26 ആണ്. ഓക്കെ, 2025-26 അപ്പോൾ പ്രീവിയസ് ഇയറിൽ 2024-25 ഞാൻ 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ ഞാൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ട്. ഐ ആം ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. 2024-25 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഞാൻ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ എത്രണ്ണമാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? 2 ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പം ഞാൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ചെയ്തു. അപ്പം ഞാൻ ആരാണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്നുള്ളതിലേക്ക് എത്താം, അവിടെ നിൽക്കട്ടെ. എനിവേ ഞാൻ റെസിഡൻ്റ് ആണ്, ആരല്ല? നോൺ റെസിഡൻ്റ് അല്ല. ഓക്കെ, ഐ ആം എ റെസിഡൻറ്റ്, കാരണം ഞാൻ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ,
സപ്പോസ് ഞാൻ 182 ദിവസം ഇന്ത്യയിലില്ല, ഒരു 110 ദിവസം മാത്രമാണ് ഞാൻ ഇന്ത്യയിലുള്ളത്, 110 ദിവസം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഞാൻ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പം ഞാൻ റെസിഡൻ്റ് ആണോ? തീരുമാനം എടുക്കാൻ വരട്ടെ. ഒരു ബേസിക് കണ്ടീഷനും കൂടി ഉണ്ടല്ലോ, ഇതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്താണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ? ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ ഉണ്ടാവണം. 60 days ഓർ മോർ, 60 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ ഉണ്ടാവണം. ഉണ്ടല്ലോ, 110 ദിവസം ഉണ്ടല്ലോ. അപ്പം ഐ ആം ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ, അത് സാറ്റിസ്ഫൈ ചെയ്തു. പോരാ. ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിങ് ദ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം, 2024-25 മുമ്പുള്ള 4 വർഷങ്ങൾ ഏതൊക്കെയാണ്? 2023-24, 2022-23, 2021-22, 2020-21. ഇതാണ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം. അപ്പോൾ ഈ 4 വർഷത്തിൽ 2023-24 ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ he is in India for a period of 60 days or more during the previous year and 365 days or more during the 4 years immediately preceding the previous year. പ്രീവിയസ് ഇയർ തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസമോ അതിൽ കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ സപ്പോസ് 2023-24 ഞാൻ 100 ദിവസം ഉണ്ടായി, 22-23 ഞാൻ 100 ദിവസം ഉണ്ടായി, ഇവിടെ 100 ദിവസം ഉണ്ടായി, ഇവിടെ 100 ദിവസം ഉണ്ടായി. അപ്പോൾ ടോട്ടലി പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ ഞാൻ 400 ദിവസം ഇന്ത്യയിലുണ്ടായി. ദാറ്റ് ഈസ് 365 ദിവസത്തിന് മുകളിലുണ്ടായി. അപ്പോൾ ഞാൻ ഏത് സാറ്റിസ്ഫൈ ചെയ്തു? ഹീസ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ എത്ര ദിവസം ഉള്ളത്? 110 ദിവസമാണ് പ്രീവിയസ് ഇയറിലുള്ളത്. സോ ഐ ആം ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ, ഇത് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ 365 days or more during the 4 years immediately preceding the previous year. പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസത്തിന് മുകളിലുണ്ട്, 400 ദിവസമുണ്ട്. അപ്പോൾ ഇതും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിലോ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്താൽ അപ്പോഴും ഞാൻ ആരാണ്? റെസിഡൻ്റ് ആണ്. ഈ 2 കണ്ടീഷനിലെ ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ഐ ആം എ റെസിഡൻറ്റ്. ഓക്കെ, ഇതാണ് ബേസിക് കണ്ടീഷൻ. വാട്ട് ഈസ് ദ ബേസിക് കണ്ടീഷൻ? 2 കണ്ടീഷൻ ഉണ്ട്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? ഹീസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days or more, 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, ഹീസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days or more ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 days or more ഡ്യൂറിങ് ദ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഇതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. ഈ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ഐ ആം എ റെസിഡൻറ്റ്. ഞാൻ ആരാണ്? റെസിഡൻ്റ് ആണ്. ഇതാണ് ബേസിക് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ഓക്കെ, ഇനി അമെൻമെൻറ്റ് നമുക്ക് നോക്കാം. ഒരു ഭേദഗതി വന്നിട്ടുണ്ട് 2020-21 ഏറ്റവും കൂടുതൽ ഭേദഗതികൾ, വൻപൻ ഭേദഗതികൾ വന്നത് 2020-21 സോ വിത്ത് ഇഫക്ട് ഫ്രം ഇയർ 2020-21 ദ പീരീഡ് ഓഫ് സ്റ്റേസ് ഓഫ് 182 days ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 120 days. ഈ 182 ദിവസം എന്നുള്ളത് 120 ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ. ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സസ് മോർ ദാൻ 15 lakh, ദാറ്റ് മീൻസ് ഞാൻ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്? 110 ദിവസം. ഓക്കെ, 110 ദിവസമാണെങ്കിൽ 120 മുകളിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഈ 182 days എന്നുള്ള സംഭവം ബാധകമല്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഈ നമ്മുടെ ഈ പറഞ്ഞ ഒന്നാമത്തെ ബേസിക് കണ്ടീഷനിലെ ഈ ഒന്നാമത്തെ ബേസിക് കണ്ടീഷനിൽ 182 ദിവസം ഉണ്ടല്ലോ, ആ 182 ദിവസത്തിൻ്റെ കേസാണ് പറയണത്. അത് മാത്രം, ആ 182 എന്നുള്ള മാത്രം ചില ആളുകൾക്ക് 120 റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 120ൻ്റെ കേസാണ് ഞാനിവിടെ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ 182 ദിവസം ഞാൻ ഇന്ത്യയിലില്ല. സപ്പോസ് ഞാനൊരു 140 ദിവസം ഇന്ത്യയിലുണ്ട്. എത്ര ദിവസമുണ്ട്? 140 ദിവസം പ്രീവിയസ് ഇയറിൽ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ഏതാണ്? പ്രീവിയസ് ഇയർ 2024-25 ഞാൻ 140 ദിവസം ഇന്ത്യയിലുണ്ട്. ബാക്കി ദിവസമൊക്കെ ഞാൻ അമേരിക്കയിലാണ്. പക്ഷെ 140 ദിവസം ഇന്ത്യയിൽ നിന്നിട്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട്. ഓക്കെ, എത്രയുണ്ട്? 15 ലക്ഷത്തിന്, മോർ ദാൻ 15 lakh, 15 ലക്ഷത്തിന് മുകളിൽ എനിക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം വരുമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഞാൻ ഇന്ത്യയിലെ മണ്ണ് ഉപയോഗിച്ച്, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച്, ഇന്ത്യയിലെ കറണ്ട് ഉപയോഗിച്ച്, എല്ലാം ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, 140 ദിവസം മാത്രം ഇന്ത്യയിൽ നിന്നുകൊണ്ട് 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നെ ആരായിട്ട് പരിഗണിക്കും? റെസിഡൻ്റായിട്ട് പരിഗണിക്കും. കാരണം ഞാൻ അഗ്രഗണ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. വെറും 140 ദിവസം മാത്രമാണ് ഇന്ത്യയിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എന്നെ എന്തായിട്ട് പരിഗണിക്കും? റെസിഡൻ്റായിട്ട് പരിഗണിക്കും. ഗവൺമെൻറ് നമ്മളെ റെസിഡൻ്റ് ആക്കാനാണോ നോക്കുന്നത്, ആക്കാതിരിക്കാനാണോ നോക്കുന്നത്? പരമാവധി ആക്കാനാണ് നോക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളെ റെസിഡൻ്റ് ആക്കിയാൽ നമുക്ക് ഡിഡക്ഷൻസ്, നമ്മളെ സംബന്ധിച്ച് ടാക്സ് ഇൻസിഡൻസ് എന്ത് ചെയ്യും? കൂടും. എന്നെ സംബന്ധിച്ച് എൻ്റെ ആസ്പെക്റ്റ് എന്താ? ഞാൻ റെസിഡൻ്റ് ആവാതിരിക്കാനാണ് ഞാൻ നോക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? റെസിഡൻ്റ് ആവാതിരുന്നാൽ പരമാവധി എന്നെ സംബന്ധിച്ച് ടാക്സ് ഇൻസിഡൻസ് എന്ത് ചെയ്യും? ടാക്സ് ഇൻസിഡൻസ് കുറയും. എനിക്ക് വിദേശ ഇൻകത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് നോൺ റെസിഡൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള ഗുണം എന്താണ്? വിദേശ ഇൻകത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. എങ്ങാനും റെസിഡൻ്റ് ആയിപ്പോയാലോ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത്? പരമാവധി എല്ലാവരെയും റെസിഡൻ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമം ഭേദഗതി വരുത്തിയത്. ഈ 182 ദിവസമുള്ള 120 ദിവസമാക്കി. നിനക്കെങ്ങാനും 120 ദിവസത്തിന് മേളിൽ നീ ഇന്ത്യയിലുണ്ട്, ഓക്കെ, 120 ഡേയ്സിന് മുകളിൽ നീ ഇന്ത്യയിലുണ്ട്, 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഇന്ത്യയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യു ആർ എ റെസിഡൻറ്റ്. നിങ്ങൾ ആരാണ്? റെസിഡൻ്റാണ്. ഓക്കെ. So in other words, if the income in India does not exceed 15 lakh, the limit of 182 days will be applicable. നിങ്ങൾക്ക് 15 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമുള്ളൂ, അങ്ങനെയാണെങ്കിൽ ആ 182 ഡേയ്സ് തന്നെയാണുള്ളത്. ഓക്കെ. അപ്പോൾ സപ്പോസ് എനിക്ക് 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ ഞാനുണ്ട്. എൻ്റെ ഇൻകം നോക്കേണ്ട കാര്യമുണ്ടോ? നോക്കേണ്ട കാര്യമില്ല. ഐ ആം എ റെസിഡൻറ്റ്. എനിക്ക് 140 ദിവസമാണ് ഇന്ത്യയിലുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇനി ഞാൻ നോക്കേണ്ടത് എന്താ? എനിക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടോ നോക്കി. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആരായിട്ട് മാറും? റെസിഡൻ്റായിട്ട് മാറും. ഓക്കെ. ഇൻ അതർ വേർഡ്സ്, ദ ഇൻകം ഇൻ ഇന്ത്യ ഡസ് നോട്ട് എക്സിഡ് 50 ലാക്ക്. ഇനി 15 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമുള്ളൂ എന്ന് വിചാരിച്ചു. 140 ദിവസമല്ലേ ഉള്ളൂ ഇന്ത്യയിൽ. ഞാൻ റെസിഡൻ്റ് അല്ല. എനിക്ക് ആകെ 10 ലക്ഷം വരുമാനമുള്ളൂ ഇന്ത്യയിൽ നിന്ന്. 140 ദിവസമാണ് ഇന്ത്യയിൽ നിന്നത്. ഞാൻ റെസിഡൻ്റ് അല്ലെന്നേ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഇൻകം ഇൻ ഇന്ത്യ ഡസ് നോട്ട് എക്സീഡ് 15 ലാക്ക്, 15 ലക്ഷത്തിന് മുകളിൽ പോയിട്ടില്ല എങ്കിൽ ലിമിറ്റ് പഴയത് തന്നെയാണ്, 182 ഡേയ്സ് തന്നെയാണ്. പക്ഷേ 182 ഡേയ്സ് ഞാൻ ഇന്ത്യയിലില്ലല്ലോ, 140 ദിവസമല്ലേ ഉള്ളൂ. സോ ഐ ആം നോട്ട് എ റെസിഡൻറ്റ്. ഇനി എങ്ങാനും 182 ദിവസത്തിന് മുകളിലുണ്ടെങ്കിലോ വരുമാനം ഒന്നും നോക്കണ്ട, ഐ ആം എ റെസിഡൻറ്റ്. ഓക്കെ. ദെൻ a citizen of India or a period of person of Indian origin who comes on a visit to India stay more than 120 days. ഞാൻ വിദേശത്താണ് ഫുൾ ടൈം ഉള്ളത്, ഞാൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നു, 120 മുകളിൽ ഞാൻ ഇന്ത്യയിൽ നിന്നു, ബട്ട് ലെസ് ദാൻ 180 ഡേയ്സ് വിൽ ബി കൺസിഡേർഡ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ് ഫോർ ദ ഇയർ. അതായത് ഞാൻ റെസിഡൻ്റ് ആണ്, പക്ഷേ ആരാണ്? എന്ത് റെസിഡൻ്റ് ആണ്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുള്ളൂ. ഓക്കെ. സാധാരണ ഓർഡിനറി റെസിഡൻ്റ് ആവില്ല. ആരാവുള്ളൂ? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ വിദേശ രാജ്യത്ത് നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ട് 120 ദിവസം നിന്നു. അപ്പോൾ 120 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായിട്ട് വരും? ഒരു 4 മാസത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്നു. ഓക്കെ. അപ്പോൾ 4 മാസത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആരായിട്ട് മാറി? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റായിട്ട് മാറും. ഓക്കെ, റെസിഡൻ്റ് ആണ്, പക്ഷേ എന്താണ്? ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ളൊരു കാറ്റഗറി. ഇത് ഭേദഗതിയിൽ വന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. റെസിഡൻ്റ് ആണ്, പക്ഷേ ആരാണ്? നോട്ട് ഓർഡിനറി റെസിഡൻ്റായിട്ട് ഞാൻ മാറും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വിദേശത്തു നിന്ന് കുറേ നമ്മളുടെ ചില ആളുകളുടെ ഭർത്താക്കന്മാരും അതുപോലെ ഭാര്യമാരൊക്കെ വിദേശത്തു നിന്ന് ജോലി ചെയ്യുന്നുണ്ടാവും, നഴ്സുമാരായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവർ നാട്ടിൽ ലീവിൽ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അവരൊരിക്കലും എന്ത് ചെയ്യരുത്? 120 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ നിർത്തരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരാരായിട്ട് മാറും? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് വിദേശ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ഫോറിൻ ഇൻകത്ത് മേലെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ ഇൻകത്ത് മേലും ടാക്സ് അടയ്ക്കേണ്ടി വരും, ഫോറിൻ ഇൻകത്ത് മേലും ടാക്സ് അടയ്ക്കേണ്ടി വരും. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ. സോ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയാണ്. ഈ പറഞ്ഞ 120 ഡേയ്സ് എന്നുള്ളത് അങ്ങനത്തെ ഒരു കുഴിയാണ്. സോ ഇത് നമ്മൾ ആ രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കത്തും. ഓക്കെ. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തത് പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് റെസിഡൻസ് സ്റ്റാറ്റസ്. ഇതിനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ 180 ഡേയ്സ് ഓർ മോർ, നിങ്ങൾ 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ടോ, യു ആർ എ റെസിഡൻറ്റ്. നിങ്ങൾ റെസിഡൻ്റ് ആണ്.
കാരണം ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരാണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി നോട്ട് ഓർഡിനറി ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അത് നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് നോക്കിയിട്ട് നോക്കാം. ഇഫ് ലെസ് ദാൻ 182 ഡേയ്സ്, നിങ്ങൾ 182 ദിവസത്തിന് താഴെയാണ് ഇന്ത്യയിലുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കണം. എന്ത് കാര്യം നോക്കേണ്ടത്? 120 ഡേയ്സിന് മുകളിലുണ്ടോ എന്നും നോക്കണം, 120 ഡേയ്സിൽ താഴെയാണോ നോക്കണം. അപ്പോൾ സപ്പോസ് ഞാനൊരു 140 ദിവസം ഇന്ത്യയിൽ നിന്നു. അപ്പോൾ ഐ ആം 120 ഡേയ്സ് ഓർ മോർ ആൻഡ് ലെസ് ദാൻ 182 ഡേയ്സ്. 182 ഡേയ്സ് താഴെയുമാണ്, എന്നാൽ 120 ഡേയ്സിന് മുകളിലുമാണ്. അങ്ങനെയാണെങ്കിലോ ഇന്ത്യൻ സിറ്റിസൺ, ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഞാനൊരു ഇന്ത്യൻ ഒറിജിനാണ്. ഇൻകം മോർ ദാൻ 50 ലാക്ക്, 15 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്ന് വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 15 ലാക്ക് ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ്, വിദേശത്തു നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രം എനിക്ക് 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഐ ആം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ദാറ്റ് ഈസ് NOR, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് വിളിക്കും. ഓക്കെ, ഇനി അടുത്തത്, ഞാൻ 140 ദിവസം ഇന്ത്യയിലുണ്ട്, ദാറ്റ് മീൻസ് 120 ദിവസത്തിന് മുകളിലുണ്ട്, 182 ദിവസത്തിന് താഴെയാണ്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ആണ്, ഇന്ത്യൻ ഒറിജിനാണ്, പക്ഷേ ഇൻകം മോർ ദാൻ 50 ലാക്കിൽ എനിക്ക് 10 ലക്ഷമുള്ളൂ. അങ്ങനെയാണെങ്കിലോ അതർ കാറ്റഗറിയിൽ വന്നു. അപ്പോൾ ഞാൻ ആരായി? നോൺ റെസിഡൻ്റായി. അപ്പോൾ 120 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ ഉണ്ടായാൽ മാത്രം പോരാ, 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ടെങ്കിലാണ് ആരാവുക? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക. അല്ലെങ്കിൽ ഞാൻ ആരാവുള്ളൂ? നോൺ റെസിഡൻ്റ് ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? സപ്പോസ് ലെസ് ദാൻ 120 ഡേയ്സ്, ഞാൻ 182 ദിവസത്തിനേക്കാളും താഴെയാണ് എങ്കിൽ ഞാൻ ആരായിട്ട് മാറും? നോൺ റെസിഡൻ്റായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻറ്റ് ഇൻ ഈസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി ആണോ എന്നുള്ളത് തീരുമാനിക്കണം. ഇതിനാണ് അഡീഷണൽ കണ്ടീഷൻ ഉള്ളത്. സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ദാറ്റ് ഈസ് കോൾഡ് ആസ് അഡീഷണൽ കണ്ടീഷൻ. ഇതിനാണ് അത് വിളിക്കുന്നത്, അഡീഷണൽ കണ്ടീഷൻ എന്ന് വിളിക്കും. ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഇൻഡിവിജ്വൽസ്, ഇൻഡിവിജ്വൽസിനുള്ളതാണ്. If an individual is to qualify as an ordinary resident of India, he has to fulfill both of the following two conditions in addition to fulfilling the criteria as provided in section 6 subsection 1. അതായത് ബേസിക് കണ്ടീഷനിലെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 കൂടാതെ അഡീഷണൽ കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ബോത്ത്, രണ്ട് കണ്ടീഷനും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ രണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് ആരായിട്ട് മാറും? ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് നോക്കാം. എന്താണ് അഡീഷണൽ കണ്ടീഷൻ? ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മളുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം, അത് ഏതൊക്കെയാണ് 10 വർഷം? നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം ഏതൊക്കെയാണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും 2023, 24, 22, 23, 21, 20, ദെൻ 2019, 21, 2022, 19, 20. ഓക്കെ, 5 വർഷമായല്ലോ. ഇനി അടുത്തത് 2018, 19, 17, 18, 16, 17, 15, 16, 14, 15. ഇതാണ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം. ഈ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യയിൽ ആരായിരിക്കാം? റെസിഡൻ്റ് ആയിരിക്കണം. അതായത് 23, 24, 22, 23, 21, 22 ഇതിൽ ഏതെങ്കിലും വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഞാൻ ഇന്ത്യയിൽ ആരായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ദെൻ ഹൂ ഈസ് എ റെസിഡൻറ്റ്? ബേസിക് കണ്ടീഷൻ 2 ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത ആൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2021, 22 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെസിഡൻ്റ് അല്ലേ? ആണ്. 2019, 20 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ റെസിഡൻ്റ് അല്ലേ? ആണ്. അപ്പോൾ എന്താ വേണ്ടത്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു 2 വർഷം ഞാൻ ആരാവണം? റെസിഡൻ്റ് ആവണം. എന്താണ് റെസിഡൻറ്റ്? ബേസിക് കണ്ടീഷൻ 2 ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്.
Okay, so he has been resident in India at least 2 out of 10 previous years immediately preceding the relevant previous year. Previous yearന് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഞാൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു അഡീഷണൽ കണ്ടീഷൻ ആയോ? ആയി. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ കണ്ടാക്സ് പറയുന്നത് he has been in India for a period of 730 days or more during the 7 years immediately preceding the relevant previous year. Previous yearന് മുമ്പുള്ള 7 വർഷം അതായതൊക്കെയാ 1 2 3 4 5 6 7. ഓക്കെ ഇത് ഉൾപ്പെടില്ല. 1 2 3 4 5 6 7 ഇത്രയും. ഈ 3 ഇയർ വരില്ല. അതിന് മുമ്പുള്ള ഈ 7 വർഷം. ഈ 7 വർഷത്തിൽ എത്ര ദിവസം ഇന്ത്യയിൽ ഞാൻ ഉണ്ടായിരിക്കണം? 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സപ്പോസ് 2023-24 ഞാനൊരു 200 ദിവസം ഉണ്ടായിരുന്നു, 22-23 200 ദിവസം, 21-22 200 ദിവസം, അങ്ങനെ ഞാൻ നോക്കുകയാണെങ്കിൽ മൊത്തം പ്രീവിയസിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസത്തിന് മുകളിൽ ഞാൻ ഇന്ത്യയിലുണ്ടെങ്കിൽ ഞാൻ ഏത് സാറ്റിസ്ഫൈ ചെയ്തു? രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഞാൻ റെസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ ഞാൻ എന്ത് ചെയ്തു? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 730 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ഒരു ബേസിക് കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഞാൻ ആരാണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇതാണ് 2 അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ, ക്ലിയർ. സോ ഹിയർ ഇവിടെ നോക്കാം. ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈയിങ് കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ഞാൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. ബട്ട് നോട്ട് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ഞാൻ അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ല. അഡീഷണൽ കണ്ടീഷൻ എത്ര എണ്ണം ഉണ്ട്? 1 2 2 ഉണ്ട്. അഡീഷണൽ കണ്ടീഷൻസ് എന്ത് ചെയ്യണം? 2 ഉണ്ട്. 2 സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. കാര്യമുണ്ടോ? ഇല്ല. സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 2 സാറ്റിസ്ഫൈ ചെയ്യണം. 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെസിഡൻ്റ് ആയിട്ട് മാറും. സോ ബേസിക് കണ്ടീഷൻ ഒരെണ്ണവും ബട്ട് നോട്ട് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 വിൽ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി ഇൻഡിവിജ്വൽസ്. ഞാൻ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. ഞാൻ ആരാണ്? റെസിഡൻ്റ് ആണ്. പക്ഷേ ആരാണ്? റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. ഓക്കെ, സോ അതിൻ്റെ റൂൾസ് ഇൻസിഡൻസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ബേസിക് കണ്ടീഷനുണ്ട്, അതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷനുണ്ട്. ബേസിക് കണ്ടീഷൻ 2 ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളതാണ്. അഡീഷണൽ കണ്ടീഷൻ 2 എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നിർബന്ധം. ഓക്കെ, ഹൂ ഈസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്? ആരാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്? മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ഞാൻ എന്ത് ചെയ്തു? 2 ബേസിക് കണ്ടീഷനിൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. ഇനി എനിക്ക് എന്തറിയണം? ഞാനൊരു ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നറിയണം. സോ ആൻഡ് ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ, ഈ ബേസിക് കണ്ടീഷനിലെ 2 ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു ആയതുകൊണ്ട് ഞാൻ റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻസിൽ 2 ഉണ്ട്, 2 ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിലോ ഐ ആം എ ഓർഡിനറി റെസിഡൻറ്റ്. സോ ഹു ഈസ് ഓർഡിനറി റെസിഡൻറ്റ്? ഹി സാറ്റിസ്ഫൈഡ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് 2 അഡീഷണൽ കണ്ടീഷൻ. ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അടുത്തത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻസ്, ദാറ്റ് ഈസ് NOR എന്ന് വിളിക്കും, അല്ലെങ്കിൽ RNOR എന്ന് വിളിക്കും. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കും. മസ്റ്റ് സാറ്റിസ്ഫൈ റെസിഡൻറ്റ്. ഇവിടെ നോക്കുക, റെസിഡൻ്റ് ആണ്. റെസിഡൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ 2 ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. സോ മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് 1 or none of the additional condition. അഡീഷണൽ കണ്ടീഷൻസ് 2 ഉണ്ട്. 2 ഞാൻ എന്ത് ചെയ്തു? 1/2, അതായത് 2 ഒരെണ്ണേ സാറ്റിസ്ഫൈ ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? 0 ആണ്. 2 0 സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ
ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അഡീഷണൽ കണ്ടീഷൻസിൻ്റെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ഞാൻ ആരായിട്ട് മാറും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. ഞാൻ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലാണ് ഓർഡിനറി ആവുള്ളൂ. രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ചെയ്താലും 0 ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. ആരായിട്ട് മാറും, നോട്ട് ഓർഡിനറി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് വൺ ഓർ നൺ ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ. ഇതിനടുത്താണ് നോൺ റെസിഡൻറ്റ്. ആരാണ് നോൺ റെസിഡൻറ്റ്? മസ്റ്റ് സാറ്റിസ്ഫൈ നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻസ് 2 ഉണ്ട്, ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല, അപ്പോൾ ഞാൻ ആരാ, നോൺ റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻസ് 2 ഉണ്ട്, 2 സാറ്റിസ്ഫൈ ചെയ്തു, വല്ല കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ആരായിട്ട് മാറും, നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഹൂ ഈസ് എ നോൺ റെസിഡൻറ്റ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ലക്ഷ്യം റെസിഡൻ്റ് ആവലാണോ ആവാതിരിക്കലാണോ? ആവാതിരിക്കാനാണ് ഒരു അസസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കാരണം ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയറിലെ പരമാവധി ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ എപ്പോഴും 182 ഡേയ്സിൽ താഴെ ആവാം. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്? പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ മിനിമം 60 ഡേയ്സിൽ താഴെ ആയാൽ മതി. 60 ദിവസത്തിൽ താഴെ ആയി കഴിഞ്ഞാൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബേസിക് കണ്ടീഷൻസ് 2 ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം 60 ഡേയ്സ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബെറ്റർ എന്താണ്, 60 ഡേയ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ ബേസിക് കണ്ടീഷനിൽ താഴെ പോകും. ഇനി അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലും ചെയ്തില്ലെങ്കിൽ സെയിം എഫക്റ്റ് തന്നെ. ഇഫ് ബേസിക് കണ്ടീഷൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ നോൺ റെസിഡൻറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നോൺ റെസിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യാൻ പാടില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. സപ്പോസ് അവരെങ്ങാനും ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? അവർ റെസിഡൻ്റ് ആയിട്ട് മാറും. റെസിഡൻ്റ് ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ഫോറിൻ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇൻസിഡൻസ് ഓഫ് ടാക്സിലെ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് നോക്കാം. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഓക്കെ, ഞാനൊരു ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്നൊരു വ്യക്തി ഓർഡിനറി റെസിഡൻ്റ് ആണ്. അയാൾ ഫുൾ ടൈം ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഹൂ ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്? ഇന്ത്യയിൽ കുറച്ച് സമയമുണ്ട്, വിദേശത്തും ഉണ്ട്. അതായത് പകുതി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചാണല്ലോ. അപ്പോൾ ഇത് വൈ എന്ന് പറയുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അടുത്തത് നോൺ റെസിഡൻറ്റ്. നോൺ റെസിഡൻ്റ് എന്ന് വെച്ചാൽ ഫുൾ ടൈം വിദേശത്തുള്ള ആളാണ്, വല്ലപ്പോഴും മാത്രം ഇന്ത്യയിൽ വന്ന് പോകുന്ന ഒരാളാണ്. അതാണ് നോൺ റെസിഡൻറ്റ്. ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തവർ. ഓക്കെ, സെറ്റ്. സോ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടി. ഞാനൊരു ഓർഡിനറി റെസിഡൻ്റ് ആണ്, എക്സ് ആണ് ഞാൻ, ഓർഡിനറി റെസിഡൻ്റ് ആണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി, സാലറി ആയിട്ടോ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആയിട്ടോ കിട്ടി. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വരുമാനമാണെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തോളണം? ടാക്സ് അടച്ചോളണം. ഓക്കെ, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് അഥവാ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാൾ, അയാൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി. അയാൾക്ക് ഇപ്പോൾ ഇന്ത്യയിലൊരു വീടുണ്ട്, ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടായിരിക്കും അയാൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. ആ വാടക വരുമാനത്തിന് മേലെ ആ നോട്ട് ഓർഡർ റെസിഡൻറ്റ് എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. യെസ്, ടാക്സ് അടയ്ക്കണം. ഓക്കെ, കാരണം ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻകം ഏൺ ചെയ്തെന്ന് റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. സോ ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കുക, നോട്ട് ഓർഡർ റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കുക. നോൺ റെസിഡൻറ്റ്, ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് നോൺ റെസിഡൻ്റ് ആയിരിക്കൂലേ? കാനഡയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ജോലി ചെയ്യണമായിരിക്കും. അവർ വല്ലപ്പോഴും 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ വരും. പക്ഷെ അവരാരാണ്? നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയിലെ അവരുടെ വീട് വാടക കൊടുത്തിട്ട് അവരുടെ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ സോഴ്സ് ഇന്ത്യയിൽ നിന്നാണ്. സോ അവരെന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. So when income received or deemed to be received in India, whether earned in India or elsewhere, എവിടെ വെച്ച് ഏൺ ചെയ്താലും ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തതാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടച്ചോളാം. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. നിങ്ങളത് ഏൺ ചെയ്തത് വിദേശത്ത് വെച്ചാണെങ്കിലും ഇന്ത്യയിൽ വെച്ചാണെങ്കിലും പൈസ റിസീവ് ചെയ്തത് ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ 3 പേരും ടാക്സ് അടച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് കേസാണ്
ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസസ് ഇൻ ഇന്ത്യ വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഇപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് കിട്ടിയ വരുമാനമായിരിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിന് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തു, വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഓക്കെ, ഏൺ ചെയ്തത് എവിടെ വെച്ചാവട്ടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓർ എൽസ്വെയർ നിൽക്കട്ടെ, ഓർ എൽസ്വെയർ. ദാറ്റ് മീൻസ് ഞാൻ ഓർഡിനറി റെസിഡൻ്റാണ്, ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഇൻകം ടാക്സിൻ്റെ ഒരു ക്ലാസ് എടുത്ത് കൊടുത്തു, എനിക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടി, 2 ദിവസം ക്ലാസ് എടുത്തു, എനിക്കൊരു വരുമാനം കിട്ടി, ഞാൻ ഇന്ത്യയിലേക്ക് പോന്നു. ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. കാരണം എന്തുകൊണ്ടാണ്? അത് എന്നെ സംബന്ധിച്ച് ഓർഡിനറി റെസിഡൻ്റ്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഞാൻ എവിടെ വെച്ച് ഏൺ ചെയ്താലും ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? നോട്ട് ഓർഡർ റെസിഡൻ്റ് ആണ്, ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഇതുപോലെ തന്നെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ വരുമാനം കിട്ടി. എന്നിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ പൈസ റിസീവ് ചെയ്ത്. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. നോൺ റെസിഡൻറ്റ്, നിങ്ങൾക്ക് വിദേശത്തു നിന്നും വരുമാനം കിട്ടിയെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് വിചാരിച്ചോ, പൈസ റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വച്ചാണോ പൈസ റിസീവ് ചെയ്തത്, എവിടെ നിന്ന് കിട്ടിയ വരുമാനമാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, ഇന്ത്യയിൽ ഏൺ ചെയ്തതാണെങ്കിലും ഓർ എൽസ്വെയർ ഔട്ട്സൈഡ് നിന്ന് ഏൺ ചെയ്തതാണെങ്കിലും ഇന്ത്യയിൽ വെച്ചാണോ പൈസ റിസീവ് ചെയ്തത്, 3 പേരും ടാക്സ് അടയ്ക്കേണ്ടി വരും. അടുത്തത് ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ. സെക്കൻഡ് കേസാണ് പറയാം. ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ എറൈസ് ഇൻ ഇന്ത്യ. ഇൻകം എറൈസ് ചെയ്തത് ഇന്ത്യയിൽ വെച്ചാണ്, ഇൻ ഇന്ത്യ. അതായത് വരുമാനത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഇന്ത്യയിലാണ്. ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ എറൈസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വരുമാനം. വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, ദാറ്റ് മീൻസ് ഞാൻ ഇന്ത്യയിൽ ഉള്ളൊരു വ്യക്തിയാണ്, ഞാൻ നേരെ കാനഡയിലേക്ക് പോയി, 2 മാസം വിസിന് പോയി, 2 മാസം എൻ്റെ വീട് വാടക കൊടുത്തു, വരുമാനം കിട്ടി. ഇൻകം അക്രൂ ഓർ എറൈസസ് ഇൻ ഇന്ത്യ അല്ലേ? അതെ. വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ചല്ല പൈസ റിസീവ് ചെയ്ത്, ഇന്ത്യയിൽ വെച്ച് വേണമെങ്കിൽ എനിക്ക് റിസീവ് ചെയ്യാം, വിദേശത്ത് വെച്ചാൽ കാനഡയിൽ ഇരുന്നപ്പോൾ എനിക്ക് ആ റെൻറ്റ് കിട്ടി. സോ ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. കാരണം എന്തുകൊണ്ടാണ്? അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ചാണ് പണത്തിൻ്റെ ഉത്ഭവം. സോ സോഴ്സ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ വെച്ചാണ്, ഞാൻ ടാക്സ് അടയ്ക്കണം. നോട്ട് ഓർഡർ റെസിഡൻറ്റ്, എൻ്റെ അമ്മാവനുണ്ട്, അമ്മാവൻ വല്ലപ്പോഴും മാത്രം ഇന്ത്യയിൽ വരലുള്ളൂ, ഇടയ്ക്ക് മാത്രം വരും പോവും, അങ്ങനെയൊക്കെയാണ്. സോ അദ്ദേഹത്തിന് വീട് വാടക കൊടുത്തു, ഇൻകം എറൈസസ് ഇൻ ഇന്ത്യ അല്ലേ, വരുമാനം കിട്ടിയ എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് വരുമാനം കിട്ടിയത്. സോ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം വിദേശത്തേട്ട് ചെന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ്? ഇൻകം എറൈസസ് ഇൻ ഇന്ത്യ, വരുമാനത്തിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണ്, അദ്ദേഹവും ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി എൻ്റെ മറ്റൊരു അമ്മാവൻ, അദ്ദേഹം എന്ത് ചെയ്യാണ്? സെഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹം എന്താണ്? ഫുൾ ടൈം വിദേശത്താണ്. ഓക്കെ, ഇൻകം അക്രൂ ഓർ എറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസസ് ഇൻ ഇന്ത്യ വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കോളേജിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു, ആ കോൺഫറൻസിൽ അദ്ദേഹം അവിടെ നമ്മുടെ അമേരിക്കയിൽ ഒരു ബിസിനസ് നടത്താണ്, അദ്ദേഹം ഒരു എന്ത് ചെയ്തു, ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോം വഴിയോ എന്ത് ചെയ്തു, ഒരു ടോക്ക് നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പൈസ ഇവിടുന്ന് അയച്ചു കൊടുത്തു. ആ ഒരു 2 അവർ ടോക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 1 lakh rupees അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തു, എൻ്റെ കോളേജിൽ നിന്ന് അയച്ചു കൊടുത്തു. സോ ഇൻകം അക്രൂ ഓർ റൈസസ് ഓർ ഡീംഡ് ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ, ഇൻകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, അദ്ദേഹം എവിടെ വെച്ച് റിസീവ് ചെയ്തത്? ഇന്ത്യയിൽ വെച്ചല്ല, ഇന്ത്യയിൽ വെച്ചാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുത്താലും ശരി, അങ്ങോട്ടേക്ക് ഞാൻ അയച്ചു കൊടുത്താലും ഇന്ത്യയിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കണം. കാരണം എന്താണ്? ആ ഇൻകത്തിൻ്റെ ഉറവിടം ഇന്ത്യയിൽ നിന്നാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പൈസ റിസീവ് ചെയ്തത് ഇന്ത്യയിൽ വെച്ചാണെങ്കിലും പൈസയുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യയിൽ വെച്ചാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്തോളണം? ടാക്സ് അടച്ചോളണം. ഓക്കെ, ദെൻ ഇൻകം വിച്ച് അക്രൂസ് ഓർ എറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ, പൈസയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? വിദേശത്താണ്. ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, ഞാൻ ഒരു റെസിഡൻ്റാണ്, ഓർഡർ റെസിഡൻ്റാണ്, എനിക്ക് എന്താ കിട്ടിയത്? വിദേശത്ത് നിന്ന് വരുമാനം കിട്ടി. ഇൻകം വിച്ച് അക്രൂസ് ഓർ റൈസസ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഞാൻ അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ ദുബൈയിലോ പോയിട്ടൊരു ബിസിനസ് നടത്താണ്.
ഞാൻ ബിസിനസ് നടത്തിയിട്ട് ഒരു 3-4 മാസം ഞാൻ ബിസിനസ് നടത്തിയിട്ട് ഇന്ത്യയിലേക്ക് പോന്നു. പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? ദുബായിൽ നിന്നാണ് പൈസ കിട്ടിയത്. എങ്ങനെ പൈസ കിട്ടിയത്? ബിസിനസ് നടത്തിയാണ് പൈസ കിട്ടിയത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തോളാം? ഇന്ത്യയിൽ ടാക്സ് അടച്ചോളാം. ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. വിദേശത്ത് വെച്ചാണ് പൈസ കിട്ടിയത്, ശരിയാണ്. പക്ഷേ ബിസിനസ് എവിടെ വെച്ചാൽ കൺട്രോൾ ചെയ്തത്? ഇന്ത്യയിൽ വെച്ചാണ് കൺട്രോൾ ചെയ്തത്. ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്തോളാം? ടാക്സ് അടച്ചോളാം. ഇപ്പോൾ ദുബായിൽ പോയിട്ട് ബിസിനസ് ഞാൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യണമല്ലോ തുടക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നോളാം? ടാക്സ് അടച്ചോളാം. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ത് ചെയ്തോളാം? ടാക്സ് അടച്ചോളാം. കാരണം എന്തുകൊണ്ടാ? നോട്ട് ഓർഡർ റെസിഡൻറ്റ് പകുതിയോളം സമയം ഇന്ത്യയിലുള്ള വ്യക്തിയാണ്. സോ ആയതുകൊണ്ട് തന്നെ നോട്ട് ഓർഡർ റെസിഡൻറ്റും വിദേശത്തു നിന്ന് കിട്ടുന്ന ബിസിനസ് ഇൻകത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇൻകം വിച്ച് അക്രോസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. എൻ്റെ ഒരു അമ്മാവനുണ്ട്, അദ്ദേഹം ദുബായിലൊരു ബിസിനസ് നടത്തുന്നുണ്ട്. അദ്ദേഹം നോട്ട് ഓർഡർ റെസിഡൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ബിസിനസ് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത് ദുബായിലും വെച്ച് കൺട്രോൾ ചെയ്യും, ഇന്ത്യയിലും വെച്ച് കൺട്രോൾ ചെയ്യും. ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ആ ദുബായിലുള്ള ബിസിനസ് ഇൻകത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ എൻ്റെ മറ്റൊരമ്മാവൻ വല്ലപ്പോഴും 1 മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 മാസമോ അല്ലെങ്കിൽ 10-20 ദിവസം മാത്രമേ ഇന്ത്യയിൽ വരുന്നുള്ളൂ. അദ്ദേഹത്തിന് ദുബായിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പല രാജ്യത്ത് ബിസിനസ് ഉണ്ടാവും. അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ? വേണ്ട. ഓക്കെ, അദ്ദേഹം ബിസിനസ് ഇൻകത്തിന്മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. ഞാൻ സാധാരണ ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലുള്ള ഓർഡർ റെസിഡൻ്റാണ്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തു, എനിക്ക് അവിടുന്ന് വരുമാനം കിട്ടി. ഇൻകം വിച്ച് അക്രോസ് അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. സാലറി പോലെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം പോലെയോ എനിക്ക് വരുമാനം കിട്ടി. ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇവിടെ എന്താ സംഭവം? നിങ്ങൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ? എവിടെ നിന്ന് കാശ് കിട്ടിയാലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. നിങ്ങൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ? ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, അപ്പോൾ നോട്ട് ഓർഡിനറി എപ്പോഴാണ് അടയ്ക്കേണ്ടി വരുന്നത്? കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് വിദേശത്ത് ബിസിനസ് നടത്തിയിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി ടാക്സ് അടയ്ക്കണം. പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് സാലറി പോലുള്ള ബിസിനസ് ഇൻകം അല്ലാത്ത വേറൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ നോൺ റെസിഡൻറ്റ് എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. നിങ്ങളുടെ അമ്മാവന് മറ്റേ ദുബായിലോ കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഫിൻലാൻഡിലോ ജോലി ചെയ്തിട്ട് മാസം ശമ്പളം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് വേറെ എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം കിട്ടുന്നില്ല, എന്ത് ഇൻകം ആയിക്കോട്ടെ, ടാക്സ് അടയ്ക്കേണ്ട. എനി അതർ ഇൻകം അവർ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർ പ്രവാസികളാണ്. അടുത്തത്, സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ലാസ്റ്റത്തെ വേറൊരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ഓക്കെ, വേറൊന്നുമില്ല. ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയേഴ്സ് ആർ റിമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ദാറ്റ് മീൻസ് നമ്മളുടെ പ്രീവിയസ് ഇയർ ഏതാ? 2024-25 അല്ലേ? അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2025-26 അല്ലേ? ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള വർഷത്തിൽ, ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ മുമ്പുള്ള വർഷം ഏതാ? 2023-24. 2023-24 എനിക്ക് കുറച്ച് പൈസ കിട്ടി, വിദേശത്തു നിന്ന് പൈസ കിട്ടി. ഞാൻ ഒരു ഓർഡർ റെസിഡൻ്റാണ്. ഞാൻ 2023-24 കാനഡയിൽ പോയിട്ട് ഞാനൊരു ക്ലാസ് എടുത്തു. ഒരു 3-4 ദിവസം ഒരു സെഷൻ എടുത്തു. ആ സെഷൻ എടുത്തതിൽ വരുമാനം എനിക്ക് കിട്ടി. ഡ്യൂറിങ് ദ ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. 2023-24 കിട്ടിയ പൈസ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയോ ആരെയോ അവിടെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് 2024-25 ഓക്കെ, അപ്പോൾ 2023-24 അഥവാ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷത്തിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? എനിക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2023-24 2024 ലാസ്റ്റ് മാർച്ച് 20 അല്ലെങ്കിൽ 21 ഒക്കെ ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണത്? അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് വരുമാനം കിട്ടി. എന്നിട്ട് ഞാനൊരു 10-12 ദിവസം കൂടി അവിടെ നിന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 2024-25 ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. പ്രീവിയസ് ഇയറിലാണ് 2024-25 ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ പൈസ കൊണ്ടുവന്നത് ഏതാ? 2024-25. പക്ഷെ പൈസ കിട്ടിയെന്ന 23-24. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? 2023-24 കിട്ടിയ ആ പൈസ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻകം റൈസ് ചെയ്ത ഏത് വർഷം? 23-24 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം?
2024-25 അസസ്മെൻറ്റ് ഇയറിൽ ഞാൻ ടാക്സ് അടയ്ക്കണം. കാരണം ഈ ഇൻകം കിട്ടിയത് 23-24 പ്രീവിയസ് ഇയറിലാണ്. അപ്പം ഞാൻ 24-25 അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടതാണ്. അടയ്ക്കണം ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അടച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 2024-25 ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുപോകുന്നു. എഗെയിൻ 2025-26 ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ? വേണ്ട. ക്ലിയർ ആയല്ലോ? ദാറ്റ് മീൻസ് ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദ ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ എനിക്ക് വരുമാനം കിട്ടി. ആൻഡ് റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. എന്നിട്ട് ആ പൈസ പ്രീവിയസ് ഇയറിൽ 2024-25 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അസസ്മെൻറ്റ് ഇയറിൽ 25-26 ടാക്സ് അടയ്ക്കണോ? വേണ്ട. എന്താ അതിൻ്റെ ലോജിക്ക്? അത് അസസ്മെൻറ്റ് ഇയറിലല്ല അടയ്ക്കേണ്ടത്, ഈ 2025-26 അടയ്ക്കേണ്ടത്. 23-24 വരുമാനത്തിന് മേൽ ടാക്സ് എപ്പോൾ അടച്ചിട്ടുണ്ടാവും? 24-25 അസസ്മെൻറ്റ് ഇയറിൽ ഞാൻ അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അടയ്ക്കണോ? വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ നോ വന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് പഠിച്ചത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പഠിച്ചത്. നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ മറ്റുള്ള പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.